മൃണാൾ ബിരിയാണി ലവേഴ്സിന് വളരെ സന്തോഷകരമായ ഒരു വാർത്തയായിട്ട് മലപ്പുറത്തൊരു ഡോക്ടർ ബിരിയാണി ശരിക്കും ഹെൽത്തിയാണ് ഇഫ് യു ആർ ഈറ്റിംഗ് ഇൻ എ പ്രോപ്പർ മാനർ. ഭയങ്കര ഹെൽത്തിയാണ്. ഓരോ തവണ ഈ സാധനം തുറക്കുമ്പോൾ ഇല ചെറുതാണ്, അഴിമതി. ഇല ചെറുതാണ്, പക്ഷെ ക്വാണ്ടിറ്റി ഭയങ്കര കൂടുതലാണല്ലോ. ഇത്രയും ക്വാണ്ടിറ്റി കൊടുക്കാൻ പ്ലാൻ ചെയ്തതല്ലോ. വാട്ട് ഈസ് ദിസ്? ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് ഒഴിവാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ തൈര് ഞങ്ങൾ മാറ്റാൻ പോവാം. തൈര് എത്ര കട്ട തൈരിൽ റൈത്തി ഉണ്ടാക്കിയാലും ഒരു ഇതില്ല, അതില്ല. ഇന്നലെ സാബു വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാബു പറഞ്ഞു ആ ഡെലിവറി ബോയിനെ സമ്മതിക്കണം, പപ്പടം പൊട്ടാണ്ട് എത്തിച്ചു. കുറച്ച് കഴിഞ്ഞാൽ അവൻ തന്നെ വിളിച്ച് പറഞ്ഞു പപ്പടം പൊട്ടാണ്ട് എത്തിച്ചു, പക്ഷേ തുറന്ന് പുറത്തെടുത്തിട്ട് പ്ലേറ്റിൽ വെച്ചപ്പോഴേക്കും പൊട്ടിപ്പോയി. നമുക്ക് പൊതി ബിരിയാണിയിൽ പോലും എത്ര പ്ലാസ്റ്റിക്കാണ്. ഇത് പ്ലാസ്റ്റിക് അല്ല കേട്ടോ, ഇത് ബട്ടർ പേപ്പറാണ്. ഫുൾ ബിരിയാണി, പൊതി ബിരിയാണി അല്ലാതെ ഇതേ വിലയ്ക്ക് കിട്ടുന്ന മറ്റേ ബിരിയാണി വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പ്ലാസ്റ്റിക് ഇനിയും കൂടും, കുറേ കൂടും. ഞാൻ പറഞ്ഞു വന്നത് പറഞ്ഞു വന്നത് പിന്നെ പറയാം. പറഞ്ഞു വന്നത് മലപ്പുറത്ത് ഒരു ഡോക്ടർ അവർ പറഞ്ഞു ബിരിയാണി ഭയങ്കര ഹെൽത്തിയാണ്. ഇവിടെ ഈത്തപ്പഴ അച്ചാറിൻ്റെ ഒരു ചെറിയ കഷ്ണം ഉണ്ടായിരുന്നു. റൈസ് എടുത്തപ്പോൾ അതിനകത്ത് കയറി വന്നു. ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ അച്ചാറും ഇതൊക്കെ കൂടി ഒരുമിച്ച് പൊതിയുന്നത് ശരിയല്ല, കാരണം ഞങ്ങൾക്ക് അച്ചാർ വേറെ വേണം. ഈ പൊതി ബിരിയാണി എന്ന് പറയുമ്പോൾ ഇതൊക്കെ കൂടി ഒരുമിച്ച് പൊതിയുക എന്നുള്ളതാണല്ലോ. മറ്റേ ബിരിയാണി ഉണ്ട്, അവൈലബിൾ ആണ്, ഇതേ വില തന്നെയാണ്. ഡോക്ടർ പറഞ്ഞത് ബിരിയാണി കഴിക്കേണ്ട രീതിയിൽ കഴിച്ചാൽ ഹെൽത്തി ആണെന്നാണ്. കണ്ടോ ആ റൈത്തയ്ക്ക് എവിടെയും എന്തോ കുഴപ്പമുണ്ട്. നമ്മൾ തൈര് ഒരു 5-8 സപ്ലയേഴ്സിൻ്റെ തൈര് നമ്മൾ പരീക്ഷിക്കാൻ പോകണം നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ. ഏറ്റവും ബെസ്റ്റ് സപ്ലയറിൻ്റെ തൈരിലേക്ക് മാറാൻ പോവാണ്. കഴിക്കേണ്ട രീതി കഴിച്ചാൽ കുഴപ്പമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. പ്രോട്ടീൻ, അതായത് ഇപ്പോൾ ഈ ബിരിയാണിയിൽ ചിക്കനാണ് പ്രോട്ടീൻ. നമ്മുടെ ബിരിയാണി വിത്ത് സ്പെഷ്യൽ സൈഡ്സ് വാങ്ങിച്ചാലും സാലഡ് ഉണ്ട്, റൈത്തയുണ്ട്. സ്പെഷ്യൽ സൈഡ്സ് ഇല്ലാതെ വാങ്ങിച്ചു കഴിഞ്ഞാൽ റൈത്ത മാത്രമേ ഉണ്ടാവുള്ളൂ. ഫൈബർ ഇസ് ദാറ്റ്. പിന്നെ അവരുടെ അത് കഴിഞ്ഞിട്ടുള്ള റീലിൽ പറയുന്നത് കേട്ടു ഒരു പോർഷൻ റൈസ് അല്ലെങ്കിൽ കാർബ് എടുക്കാം. അതായത് ഡോക്ടർ പറയുന്നത് രണ്ടാമത്തെ റീലിൽ ഒരു പോർഷൻ കാർബോഹൈഡ്രേറ്റ് ആയിരിക്കണം, ഒരു പോർഷൻ പ്രോട്ടീൻ ആയിരിക്കണം, ഒരു പോർഷൻ ഫൈബർ ആയിരിക്കണം. ഇങ്ങനെയൊക്കെയാണ് ഡോക്ടർ പറയുന്നത്. ചില പ്രശ്നം എന്താ പറയുക, ബിരിയാണിയിൽ നമ്മൾ എവിടുന്ന് ബിരിയാണി മേടിച്ചാലും ഒരു കല്യാണ വീട്ടിൽ നിന്ന് ബിരിയാണി കഴിച്ചാലും റൈസ് അല്ലേ കൂടുതലുണ്ടാവുക. ഇതാണ് പ്രോട്ടീൻ, 2 പീസ് കൂടി വന്ന ഒരു 200 ചില്ലറ ഗ്രാം ഉണ്ടാവുമായിരിക്കും. ഇതിനേക്കാൾ എത്രയോ കൂടുതലുണ്ടാവും റൈസ്. ഡെഫിനറ്റ്ലി കൂടുതലുണ്ടാവും. പിന്നെ നമ്മുടെ ഒരു സ്വഭാവത്തിന് ഒരു സെക്കൻഡേ ലൈൻ പിക്കിളൊന്നും തൊട്ടായിക്കോട്ടെ. നമ്മുടെ സ്വഭാവത്തിന് ഈ ബാക്കി റൈസ് വേണ്ടാന്ന് നോക്കുമോ? ഇതൊന്നുമില്ല വേണ്ട നോക്കൂ. ഞാൻ വേണ്ട നോക്കൂല, ഞാൻ മുഴുവൻ കഴിക്കും. ഇത് മുഴുവൻ എനിക്ക് കഴിക്കാൻ പറ്റില്ല, അത് ഒരുപാടുണ്ട്. പക്ഷെ എന്നാലും റൈസ് നമ്മൾ കൂടുതൽ കഴിക്കും. ഈ ബിരിയാണി വിത്ത് സ്പെഷ്യൽ സൈഡ്സ്, നമ്മുടെ ബിരിയാണിയിൽ ഒരു സാലഡ് ഉണ്ട്. പക്ഷെ എത്ര ബിരിയാണിയിൽ അങ്ങനെ ഒരു സാലഡിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്? ഞാനധികമൊന്നും കണ്ടിട്ടില്ല. ഇനി പപ്പടം, ഇതിൻ്റെ കാര്യമൊന്നും ഡോക്ടർ പറഞ്ഞേ ഇല്ല. മുട്ട പ്രോട്ടീനാണ്, കുഴപ്പമില്ല. ചിക്കനും മുട്ടയും കൂടി ആകുമ്പോൾ റൈസ് വേണമെങ്കിൽ അഡ്ജസ്റ്റഡ് ആവും അല്ലേ. ഇത് മൊത്തം റൈസാണ്. പക്ഷെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കഴിക്കാൻ. ഇത്തിരി പപ്പടമായിട്ട് ഇത്തിരി മസാല, ഇത്തിരി നല്ല ടച്ച് മസാല. പിന്നെ ഡോക്ടർ പറഞ്ഞു റൈസ് പ്രശ്നമുള്ള സാധനമൊന്നുമല്ല, നമുക്ക് കുറച്ച് കാർബോഹൈഡ്രേറ്റ്സ് വേണം. സ്ലോ പോയ്സണിങ് ഓഫ് വൈറ്റ് റൈസ് എന്നൊക്കെ ഞാൻ കുറേ കമന്റ് കണ്ടത്. പക്ഷേ ഐ ഡോണ്ട് അഗ്രി വിത്ത് ദാറ്റ്. നമ്മൾ കാർബ് കുറച്ച് നമ്മുടെ ബോഡിയിലേക്ക് ആവശ്യമാണ്. ശരിയായിരിക്കും, കാരണം അവർക്കും അതിനെപ്പറ്റി വിവരം ഉണ്ടാവുമല്ലോ. പിന്നെ ഡാൽഡ ഉപയോഗിക്കരുത്. നോട്ട് ഡാൽഡ. ആക്ച്വലി ഡാൽഡ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്, വനസ്പതിയാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ കിച്ചണിൻ്റെ പരിസരത്തെ ഡാൽഡ കയറ്റാറില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ബിരിയാണിയിൽ നെയ്യ് മാത്രമേ ഉള്ളൂ. അതും മാർക്കറ്റിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല നെയ്യ് മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. അങ്ങനെ പ്രശ്നമൊന്നുമില്ല. കഴിക്കേണ്ട രീതിയിൽ ബിരിയാണി കഴിക്കാൻ ലോല ഹൃദയനായിട്ടുള്ളൊരു മനുഷ്യന് പറ്റുമോ? അലിയുന്ന മനസ്സാണേ. ഇതും കൂടെ കഴിച്ച് ചിലപ്പോൾ നിർത്തേണ്ടി വരും. ബിരിയാണിയിൽ സ്പൈസസ് ഉണ്ട്, ശരിയാണ്, ഹൈ ക്വാളിറ്റി എല്ലാം. ഈ ബിരിയാണി ഹൈ ക്വാളിറ്റി ആണെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല, കാരണം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാലോ. പക്ഷെ എൻ്റെ ചോദ്യം ഇതാണ്, ഈ ഒരു ഉരുളിയും കൂടെ കഴിച്ചിട്ട് എനിക്ക് നിർത്താൻ പറ്റുമോ? തീരെ ടേസ്റ്റ് ഇല്ലാത്തൊരു ബിരിയാണിയുടെ പറ്റുമായിരുന്നു. മേ ബി ഇതിന് മുമ്പേ ഞാൻ നിർത്തിയിട്ടുണ്ടാവും. നല്ലൊരു ബിരിയാണി ഇപ്പോൾ പാലക്കാട് അസീസ് കിച്ചണിലെയോ അല്ലെങ്കിൽ നമ്മുടെ കൊടുങ്ങല്ലൂർ റിലാക്സിലെയോ അല്ലെങ്കിൽ കാസർഗോഡ് വൈസ്രോയിലെയോ
കോഴിക്കോട്ടെ സാഗർ, പാരഗൺ. നിർത്താൻ പറ്റുമോ? യോതിൽ നിർത്താൻ പറ്റുമോ? ചിലർക്ക് പറ്റുമായിരിക്കും. അവർ വളരെ സ്ട്രിക്റ്റായിട്ട് ഡയറ്റ് ഫോളോ ചെയ്ത് അങ്ങനെ പറ്റുമായിരിക്കും. കേട്ടിട്ടുണ്ട് മമ്മൂട്ടിയൊക്കെ എന്തും കഴിക്കും, പക്ഷെ കുറച്ചേ കഴിക്കുള്ളൂ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ടേസ്റ്റുള്ള ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ വലിയ പാടാണ്. വലിയ ചോദ്യമാണ്, ദാർശനിക പ്രശ്നമാണ്. ആക്ച്വലി ഭക്ഷണം കഴിക്കൽ തരുന്ന പോലത്തെ സന്തോഷം വേറെ അപൂർവം കാര്യങ്ങൾക്കേ ജീവിതത്തിൽ തരാൻ പറ്റുള്ളൂ. നല്ല ഭക്ഷണം. അപ്പം അതിൻ്റെ ഇടയിൽ ഇത്ര കഴിച്ചാൽ മതി, നിർത്തിക്കോ, പാടായിരിക്കും. ഇപ്പം പുതിന ചമ്മന്തി ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അതും വെച്ചിട്ട് ഒന്നുകൂടെ കഴിക്കണ്ടേ? മോശമല്ലേ? പ്രോട്ടീൻ കണ്ടോ തീർന്ന് വരുന്നു. ഇന്നലെ എന്നെ സാബു വിളിച്ച് പറയായിരുന്നു ചിക്കൻ പീസ് ഭയങ്കര വലുതാണ്. അല്ല, അതിപ്പോൾ അയാളുടെ അഭിപ്രായമാണ്. എന്നാലും പായസം, ഇതിൻ്റെ കാര്യം ഡോക്ടർ പറഞ്ഞില്ല. പക്ഷെ ആർക്കായാലും ഉണ്ടാവില്ല ഒരു പായസം കുടിക്കണം. നമുക്ക് തോന്നില്ല ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് പായസം, ഇത് കുറച്ചല്ലേ ഉള്ളൂ, തോന്നൂല? എനിക്ക് തോന്നുന്നു. നമ്മൾ ബിരിയാണിയിൽ വളരെ കുറച്ച് മസാലയെ ഉണ്ടാക്കാറുള്ളൂ, കൊടുക്കാറുള്ളൂ. കാരണം എന്ന് പറയുന്നത് മസാല ബിരിയാണീനെ ഓവർ പവർ ചെയ്യരുത് നിർബന്ധമുള്ളതുകൊണ്ടാണ്. ചിലർ പറയും ഇത് ഗീ റൈസ് അല്ലേ ബിരിയാണിയാണോ? അത് ഭയങ്കര സ്പൈസി ആയിട്ടുള്ള ബിരിയാണി കഴിച്ച് ശീലിച്ചാലേ അങ്ങനെ തോന്നും. പിന്നെ ഇപ്പോൾ ഹൈദരാബാദി ബിരിയാണി, തമിഴ് ബിരിയാണി, അല്ലെങ്കിൽ ലക്നൗവി ബിരിയാണി, ഇങ്ങനെയല്ലല്ലോ. ഒരാളുടെ പേഴ്സ്പെക്റ്റീവ് ആണല്ലോ, കാഴ്ചപ്പാട്. ഞാൻ വളരെ പതുക്കെയാണ് ഇത് കഴിച്ചത്. ഒരുപാട് നേരെ എടുത്ത് ഷൂട്ട് ചെയ്യല്ലേ. അപ്പം അറിയാമല്ലോ, നേരെ എടുത്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറിങ്ങനെ നിറഞ്ഞു വരും അല്ലേ. നമുക്ക് തന്നെ അറിയാം നമ്മൾ വയറ് നിറഞ്ഞു വന്നു. പക്ഷെ എന്നാലും ഇത് നിർത്താനല്ല തോന്നുന്നത്, കഴിക്കാനോ തോന്നുന്നത്. ശാസ്ത്രം ജയിച്ചു, മനുഷ്യൻ തോറ്റു. ബിരിയാണി ഹെൽത്തിയൊക്കെ തന്നെയാണ് കഴിക്കേണ്ട രീതി കഴിച്ചാൽ. പക്ഷെ ആ പറയുന്ന രീതി എന്നെപ്പോലൊരു മനുഷ്യന് വെരി വെരി ഡിഫിക്കൽട്ട് തമ്പുരാൻ നടക്കും തോന്നില്ല. റൈത്ത് എത്രയും പെട്ടെന്ന് ശരിയാക്കണം. VK എന്നൊരു കഥയെ പറയുന്നുണ്ട്, എല്ലുകൾ തൂവെള്ള നിറമാവുന്നത് വരെ നമ്മൾ ഭക്ഷിക്കണമെന്ന്. ഹംഗറി മൃണാൾ തുറന്നു കഴിഞ്ഞാൽ ഈ റൈസോപേഷ്യ എന്ന് പറയുന്ന ബ്രാൻഡ് നമ്മുടെ പ്ലാനിലേ ഉണ്ടായിരുന്നില്ല. ഈ ഹംഗറി മൃണാൾ പണിയൊക്കെ കഴിഞ്ഞ് തുറക്കാൻ റെഡിയായപ്പോൾ അവിടെ റോഡ് പണി വന്നു. ആൾക്കാർക്ക് വരാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നപ്പോൾ റെൻ്റൊക്കെ കൊടുത്ത് അടച്ചിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് തുടങ്ങിയൊരു ക്ലൗഡ് കിച്ചണാണ്. പക്ഷെ അത് നമ്മൾ ആരും ഒരിക്കലും പ്രതീക്ഷിക്കാത്തത്രയും രീതിയിൽ സക്സസ് ആയി. അത് ഫുൾ ബിരിയാണി പ്രീമിയമായിട്ട് ബെസ്റ്റ് ക്വാളിറ്റിയിൽ. ഇതേ ബിരിയാണിയുടെ ഒരു മിനി വേർഷൻ ഹംഗറി മൃണാളിൽ കൊടുത്താൽ എന്താ? ഒരു പീസും കുറച്ച് ചോറ്. ഹാഫ് ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പീസും കുറേ ചോറുമാണ് സത്യത്തിൽ. ഞാൻ ആലോചിക്കുന്നുണ്ട്. അത് ആക്ച്വലി എനിക്ക് ആ ഐഡിയ വന്ന് ജപ്പാനിൽ പോയപ്പോഴാണ്. ഈ അവസാനം ജപ്പാനിൽ പോയപ്പോൾ അവിടെ ഒരു വിശ്വാസമുണ്ട്, നമ്മുടെ വയറ് 80% എന്നറിയാൻ പാടുള്ളൂ. എനിക്ക് തോന്നുന്ന ഒരു ഫുൾ ബിരിയാണി, നമ്മളിപ്പോൾ ഈ പൊതി ബിരിയാണി ഉണ്ടല്ലോ, അതിൻ്റെ എക്സാക്റ്റ് പകുതി മതി ഒരു ആവറേജ് മനുഷ്യൻ്റെ 80% വയറെന്ന് പറയാം. നമ്മുടെ ഗോപിയേട്ടൻ എപ്പോഴും പറയും ഭക്ഷണത്തിൻ്റെ ടേസ്റ്റിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് ആഫ്റ്റർ ടേസ്റ്റ് എന്ന്. ആഫ്റ്റർ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാനിവിടെ നിന്ന് ബിരിയാണി കഴിച്ചു, കൈ കഴുകി എല്ലാം കഴിഞ്ഞ് വണ്ടി കയറി പോവാണ്. ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ആസ്വദിച്ച് കഴിച്ചതായിരിക്കും. എൻ്റെ വയറിൽ നിന്ന് എനിക്ക് സിഗ്നൽസ് കിട്ടുകയാണ്, ഓ വേണ്ടായിരുന്നു, ഇത്രയും കഴിക്കണ്ടായിരുന്നു, ഉറക്കം വരുന്നു, മന്തിപ്പ് വരുന്നു. അല്ല, അതിപ്പോൾ ഈ വനസ്പതിയൊക്കെ ചേർത്തുണ്ടാക്കുന്ന ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എത്ര കുറച്ച് കഴിച്ചാലും മന്തിപ്പ് ഉണ്ടാവും, അത് വേറെ പ്രശ്നം. പക്ഷെ ആ ആഫ്റ്റർ ടേസ്റ്റ് നന്നായിരിക്കണം എന്ന് ഗോപിയേട്ടൻ എപ്പോഴും പറയും. അപ്പോഴാണല്ലോ ഒരു കസ്റ്റമർ അൾട്ടിമേറ്റ്ലി ഹാപ്പി ആവുക. കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാക്കാൻ പലതിനും പറ്റും, പക്ഷെ അത് കഴിഞ്ഞിട്ടൊരു ഗട്ട് ഹെൽത്ത് എന്ന് പറയുന്നൊരു സാധനമില്ലേ. ഇന്നിപ്പോൾ നേരത്തെ എൻ്റെ ഒരു ഫ്രണ്ട് പറയായിരുന്നു, ഈ ഗട്ട് ഹെൽത്ത് എന്ന് പറയുന്നത് ബ്രെയിൻ ഹെൽത്ത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് സെക്കൻഡ് ബ്രെയിനാണ് എന്ന് പറയും. അപ്പം നമ്മുടെ മൂഡിനെ സ്വാധീനിക്കാൻ, നമ്മുടെ ആരോഗ്യത്തിനെ വലിയ രീതിയിൽ സ്വാധീനിക്കാൻ നമ്മുടെ ഗട്ട് ഹെൽത്തിന് പറ്റുമെന്ന് പറയും. പായസം കഴിക്കുന്നത് ഷൂട്ട് ചെയ്യണ്ട. കാരണം വെച്ചാൽ നമ്മൾ ഹെൽത്തിനെ കുറിച്ചാണല്ലോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കാണെങ്കിൽ കുടിക്കാൻ പറ്റില്ല. സാലഡ് ഞാൻ മുഴുവൻ തീർത്തേ, ഇനി അത് പറയരുത്.
ആദ്യത്തെ മുളക് അടിച്ചതാണ്. ബിരിയാണി ഹെൽത്തിയാണ്, ഐ എഗ്രി. പക്ഷെ അങ്ങനെ അവർ പറയുന്ന രീതിയിൽ 1/4 റൈസ്, 1/4 പ്രോട്ടീൻ, 1/4 ഫൈബർ അങ്ങനെ കഴിക്കാൻ ടേസ്റ്റ് ഇല്ലാത്ത ബിരിയാണിയാണെങ്കിൽ പറ്റും. ഇതെങ്ങനെ